കേരള രാഷ്ട്രീയത്തിലെ അതികായനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനുമായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ കോടികളുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അട്ടിമറിക്കാൻ സർക്കാർ നടത്തിയ ഗൂഢനീക്കത്തിന് ഹൈക്കോടതിയുടെ കനത്ത പ്രഹരം. അന്വേഷണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ കേസ് അന്വേഷിക്കുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ മാറ്റി കേസ് ദുർബലപ്പെടുത്താനുള്ള ഇടതു സർക്കാരിന്റെയും വിജിലൻസിന്റെയും തിരക്കഥയ്ക്ക് ഹൈക്കോടതി തടയിട്ടു. ഇതോടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന പിണറായി സർക്കാരിന്റെ മറ്റൊരു മുഖം കൂടി പൊതുസമൂഹത്തിന് മുന്നിൽ നഗ്നമായി തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിന്റെ അന്വേഷണം വിജിലൻസ് SP S ശശിധരന്റെ നേതൃത്വത്തിൽ നിർണായക ഘട്ടത്തിലേക്ക് കടന്നതോടെയാണ് വെള്ളാപ്പള്ളിയെ രക്ഷിക്കാനുള്ള ഓപ്പറേഷൻ ആരംഭിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ S ശശിധരന് സ്ഥാനക്കയറ്റം നൽകി കേരള പോലീസ് അക്കാദമിയിലേക്ക് മാറ്റിയിരുന്നു. അന്വേഷണം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അടുക്കുമ്പോൾ പ്രധാന ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് കേസിനെ എങ്ങനെ ബാധിക്കുമെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഈ സ്ഥലം മാറ്റം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ വിജിലൻസ് ഡയറക്ടർ സർക്കാരിന്റെ കള്ളക്കളിക്ക് കൂട്ടുനിന്നുകൊണ്ട് വിചിത്രമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഒന്നെങ്കിൽ സ്ഥലം മാറിപ്പോയ ശശിധരന് തന്നെ കേസ് തുടരാം, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് പുതിയതായി വരുന്ന ഉദ്യോഗസ്ഥന് കേസ് കൈമാറാമെന്നുമായിരുന്നു ആ നിർദ്ദേശം. ഒറ്റനോട്ടത്തിൽ നിരുപദ്രവമെന്ന് തോന്നുമെങ്കിലും പുതിയ ഒരാൾ വന്ന് കേസ് പഠിച്ച് അന്വേഷണം പൂർത്തിയാക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുമെന്നും അതുവഴി കേസ് വീണ്ടും നീട്ടിക്കൊണ്ടുപോയി പ്രതിയെ രക്ഷപ്പെടുത്താമെന്നുമുള്ള ഗൂഢതന്ത്രമായിരുന്നു ഇതിന് പിന്നിൽ. വെള്ളാപ്പള്ളി നടേശൻ എന്ന അതിശക്തനായ രാഷ്ട്രീയ ഇടനിലക്കാരന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കില്ലെന്ന സന്ദേശമാണ് പിണറായിയുടെ ആഭ്യന്തര വകുപ്പും വിജിലൻസും ഇതിലൂടെ നൽകുന്നത്. എന്നാൽ സർക്കാരിന്റെ ഈ കള്ളക്കളിക്ക് മുന്നിൽ കണ്ണടയ്ക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. കേസിന്റെ നാൾവഴികളും അന്വേഷണത്തിന്റെ പുരോഗതിയും കൃത്യമായി വിലയിരുത്തിയ ജസ്റ്റിസ് K ബാബു സർക്കാരിന്റെ ദുഷ്ടലാക്ക് തിരിച്ചറിഞ്ഞു. 2024 നവംബർ മുതൽ കേസ് കൈകാര്യം ചെയ്യുന്നത് S ശശിധരനാണെന്നും അന്വേഷണം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് S ശശിധരൻ തന്നെ കോടതിയെ അറിയിച്ചതോടെ സർക്കാരിന്റെ എല്ലാ അടവുകളും പൊളിഞ്ഞു. കേസ് ശശിധരനെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ആവശ്യമായ ഉത്തരവിറക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി കർശനമായി നിർദ്ദേശിച്ചു. ഇതോടെ തങ്ങളുടെ ഇഷ്ടക്കാരനെ രക്ഷിക്കാൻ നടത്തിയ നാണം കെട്ട ശ്രമത്തിന് കോടതിയിൽ നിന്ന് തന്നെ തിരിച്ചടി വാങ്ങി നാണം കെട്ടിരിക്കുകയാണ് പിണറായി സർക്കാർ. ഇതാദ്യമായല്ല മൈക്രോ ഫിനാൻസ് കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. 2016 മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ കേസ് തെളിവില്ലെന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ ഇതേ വിജിലൻസ് നേരത്തെ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പരാതിക്കാരൻ കോടതിയെ സമീപിച്ചതോടെ വിജിലൻസിന്റെ റിപ്പോർട്ട് തള്ളി വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. അന്ന് മുഖമടച്ച് കിട്ടിയ പ്രഹരത്തിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും അതേ തന്ത്രം മറ്റൊരു രൂപത്തിൽ പയറ്റാനാണ് സർക്കാർ ശ്രമിച്ചത്. ഇത് വ്യക്തമാക്കുന്നത് ഒന്നു മാത്രം: പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ വിജിലൻസ് എന്നത് ഒരു സ്വതന്ത്ര ഏജൻസി അല്ല, മറിച്ച് സർക്കാരിന്റെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാനും വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനുമുള്ള ഒരു ഉപകരണം മാത്രമായി അതപ്പതിച്ചിരിക്കുന്നു എന്നതാണ്. എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനെ ഇടതു സർക്കാർ ഇത്രയധികം ഭയക്കുന്നത്? എന്തിനാണ് ഈ കേസിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്നത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ ഇടതു മുന്നണിക്ക്, പ്രത്യേകിച്ച് പിണറായി വിജയന് വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിന്റെ സംഘടനയും നൽകി വരുന്ന പരോക്ഷവും പ്രത്യക്ഷവുമായ പിന്തുണയാണ് ഈ കടപ്പാടിന് പിന്നിൽ. ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ LDFന് അനുകൂലമായി ഏകീകരിക്കുന്നതിൽ വെള്ളാപ്പള്ളി വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ആ സഹായങ്ങൾക്കുള്ള പ്രത്യുപകാരമാണ് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളിലൂടെ സർക്കാർ തിരികെ നൽകുന്നത്. വെള്ളാപ്പള്ളിയെ പിണക്കിയാൽ നഷ്ടപ്പെടുന്നത് ഒരു വലിയ വോട്ട് ബാങ്ക് ആണെന്ന തിരിച്ചറിവ് പിണറായി വിജയനുണ്ട്. അതുകൊണ്ടാണ് പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ ഒരു കേസിൽ പോലും നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് പ്രതിയെ സംരക്ഷിക്കാൻ സർക്കാർ തന്നെ മുന്നോട്ടിറങ്ങുന്നത്. പിന്നാക്ക സമുദായങ്ങളുടെ ഉന്നമനത്തിനായി സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വഴി കുറഞ്ഞ പലിശയ്ക്ക് നൽകിയ കോടിക്കണക്കിന് രൂപ SNDP യോഗം പ്രവർത്തകർക്ക് കൈപ്പലിശയ്ക്കായി നൽകി തട്ടിയെടുത്തു എന്നതാണ് കേസിന്റെ കാതൽ. 5% പലിശയ്ക്ക് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിയ 15.85 കോടി രൂപ 10% മുതൽ 15% വരെ പലിശ ഈടാക്കി യോഗം പ്രവർത്തകർക്ക് നൽകുകയും പലിശ ഇനത്തിൽ ലഭിച്ച കോടിക്കണക്കിന് രൂപ നേതാക്കൾ തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം.
അതായത് സർക്കാർ സംവിധാനത്തെ ഉപയോഗിച്ച് പാവപ്പെട്ട ജനവിഭാഗങ്ങളെ കൊള്ളയടിച്ച കേസാണിത്. ഇത്രയും ഗൗരവമേറിയ പൊതുപണവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് പകരം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ സർക്കാർ തന്നെ കുടപിടിക്കുന്നത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് നേരെയുള്ള കൊഞ്ഞനം കുത്തലാണ്. ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ താൽക്കാലികമായി കേസിന് പുതുജീവൻ നൽകിയിട്ടുണ്ടെങ്കിലും അധികാരം ഉപയോഗിച്ച് ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥന് കഴിഞ്ഞേക്കാം. എന്നാൽ കുറ്റപത്രം സമർപ്പിച്ചാലും വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാകും. സാക്ഷികളെ സ്വാധീനിക്കാനാകും. തെളിവുകൾ നശിപ്പിക്കാനും ഭരണകൂടത്തിന്റെ പിന്തുണയുള്ള ഒരു പ്രതിക്ക് എളുപ്പത്തിൽ സാധിക്കും. എങ്കിലും സർക്കാരിന്റെ എല്ലാ ചരടുവലികൾക്കും മുകളിൽ നീതിയുടെ ഒരു കണ്ണുണ്ടെന്നും ആ കണ്ണ് എപ്പോഴും തുറന്നിരിക്കുമെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഹൈക്കോടതിയുടെ ഈ വിധി. വെള്ളാപ്പള്ളി നടേശൻ എന്ന രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന അതികായന്റെ ഭാവി ഇനി നിർണയിക്കുന്നത് നിയമത്തിന്റെ കരുത്തായിരിക്കും. എന്നാൽ ആ നിയമത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തെയും ജനം തിരിച്ചറിയുകയും വിചാരണ ചെയ്യുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.